നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പുകളുടെ കുട്ടിക്കലാശം അതുപോലെ തന്നെ ബഹളങ്ങളും ഒച്ചപ്പാടുകളെല്ലാം ഇന്നത്തോടെ അവസാനിച്ചു. അപ്പോൾ ഇനിയുള്ളത് നമ്മള് ലോകമല്ല നമ്മളെ രാജ്യം കാത്തിരിക്കും, ലോകം തന്നെ കാത്തിരിക്കുമെന്ന് പറയാം. ആരാണ് ആ അമരത്തെത്തുന്നത്, ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് ആര് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം നമുക്കിനി ഒരു കൂടിപ്പോയൊരു 3-4 ദിവസം, ചൊവ്വാഴ്ചയാണല്ലോ 4-ാം തീയതി, കഷ്ടിച്ച് 5 ദിവസം എന്ന് പറയാനല്ലേ, 5 ദിവസം എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പം ഒരുപാട് പ്രതീക്ഷകളാണ്. ഇപ്പൊ ജനങ്ങൾക്ക് പ്രതീക്ഷ എന്തായാലും ആര് വന്നാലും അവരെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ പറയാൻ. അതെ. അപ്പം നേരത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവര് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അവസാന വട്ടത്തും നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞാലും ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ. അതെ, കരുതാൽ കൂടെ ഉണ്ടല്ലോ. അതെ, അത് നിശബ്ദ പ്രചരണം എന്ന് പറയണമെങ്കിൽ പോലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഉത്തർപ്രദേശും പഞ്ചാബും അടക്കമുള്ള എല്ലാം വരുന്നുണ്ട്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഘട്ടം കൂടെയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നേതാക്കൾ എന്താണ് സമീപനം എടുക്കുന്നത്, അവർക്ക് ആ നിശബ്ദ സമയം പോലും, നിശബ്ദ പ്രചരണ സമയത്ത് പോലും അവരുപയോഗിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലിയ രീതിയിൽ അത് ഇമ്പാക്ട് ഉണ്ടാകും. ഇപ്പം അതിന്റെ ഭാഗം തന്നെയാണ് മോദിയുടെ ഈ ഒരു കന്യാകുമാരി ധ്യാനം എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് തെറ്റില്ല. അതിനകത്ത് ഇപ്പൊ എതിരാളികളെക്കാൾ ഒരുപാട് മുന്നിലാണ് സത്യം പറയാം അവരെ സംബന്ധിച്ച് മോദി എന്ന രീതിയിൽ. ഇപ്പം മോദിയിലേക്കാണ് മാത്രമാണ് വീണ്ടും ചർച്ചകൾ എത്തി നിൽക്കുന്നത്. ഇപ്പം തന്നെ ഇന്നത്തെ വാർത്തകളിലും പ്രധാന തലക്കെട്ട് മോദി കന്യാകുമാരി വരുന്നു, ധ്യാനം ഇരിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഇപ്പം നമ്മൾ നോക്കുക, ഇവിടെ അവർ ഫ്രീ ആയിട്ട് അവരെ ഒരു ഇത് കൊണ്ടുപോയിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം നോക്കേണ്ടത്. അല്ല, ഇപ്പം BJP സംബന്ധിച്ച് എന്തായാലും എൻ്റെ ഒരു കണക്കൂട്ടലിൽ അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതാണ് സാധ്യത കൂടുതൽ. കാരണം ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ കേന്ദ്രത്തിൻ്റെ ശക്തമായ ഭരണം വരണം എന്ന് ആഗ്രഹിക്കും. പക്ഷേ BJPയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആളങ്ങ് ക്ഷമിക്കും. എന്നിട്ട് പണ്ട് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത് പോലെ, കേരളത്തിൽ ഒരു പക്ഷേ LDF ജയിക്കുമ്പോൾ പോലും കേന്ദ്രത്തിൽ കോൺഗ്രസ് വരുന്നൊരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൽ BJP തിരിച്ചു വരുന്നുള്ള ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ ഇവരുടെ കണക്കൂട്ടലുകൾ എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം NDA 400 സീറ്റ് കിട്ടും, BJP 370 സീറ്റ് കിട്ടുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷ തോന്നുന്നില്ല. അതിനേക്കാൾ താഴോട്ട് വരെയാണ് സാധ്യത. പക്ഷേ ഭരണം കിട്ടും അവർക്ക്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് എന്താവുന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല ഇപ്പോൾ, എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇവരിപ്പോൾ പറഞ്ഞിട്ടുണ്ടപ്പോൾ ഇനി ഇലക്ഷന് ശേഷം മതി കൂടിക്കാഴ്ച എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ചർച്ചകളെല്ലാം അതിനുശേഷം മതി. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പം ഇലക്ഷന് മുമ്പ് തന്നെ വീണ്ടും ഒരു ഉണ്ടായവർ അടിപിടി ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് നാണൊക്കെ അടിഞ്ഞുള്ളതും കൂടെ പോകുന്നു വിചാരിച്ചിട്ടായിരിക്കും ഈ ഒരു തീരുമാനം. എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ്. അതെ, അതില്ല സാരത്തെ നമ്മളൊന്ന് പഴയ കാലങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം 77 ഇന്ദിരാഗാന്ധി ഭരണത്തൂത്തെറിഞ്ഞ് ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര സർക്കാർ വരുന്നു. മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കുന്നു. അന്നോട്ട് അടി ആരംഭിക്കുന്നു. അത് ചരൺ സിംഗിനും ജഗജ്ജീവൻ റാമിനും എല്ലാവർക്കും പ്രധാനമന്ത്രിയാവണം. സ്വാഭാവികം കുറേ കഴിയുമ്പോൾ തമ്മിലടിച്ച് ആ മന്ത്രിസഭ താഴെ വീണ് ചരൺ സിംഗ് പ്രധാനമന്ത്രിയാവുന്നു. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ പോയി അവിടെ പാർലമെൻറ്റിനെ ഫേസ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. അതിനിപ്പോൾ ആ മന്ത്രിസഭ താഴെ വീണു. പിന്നെ 89 VP സിംഗ് വരുന്നു. അത് ഇതുപോലെ തന്നെ കോൺഗ്രസ് ഇതര സർക്കാർ വരുന്നു. അത് താഴെ വീഴുന്നു. 96 ദേവഗൗഡ പിന്നെ അവരെല്ലാവരും പ്രധാനമന്ത്രിയാവുന്നു. ഒരു കാര്യമില്ല, എല്ലാം താഴെ പോകുന്നു. ഐക്യകുറിച്ചുള്ള പ്രധാനമന്ത്രിയായിരിക്കുന്നു. പക്ഷേ പിന്നീട് UPA സർക്കാർ വന്നപ്പോൾ 2 ടൈം അവർ ഭരിച്ചു. പിന്നെ ഇപ്പോൾ NDA. ഇപ്പോൾ നിലവിലെ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ NDA തന്നെയാണ് ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളത്. അവർക്ക് തന്നെയാണ് കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്. മാത്രമല്ല അവരുടെ ഘടകകക്ഷികൾ, NDAയുടെ ഘടകകക്ഷികളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ്. മറ്റവർ എങ്ങോട്ടോ ഒന്നും ആർക്കറിയാം. അങ്ങനെ കൃത്യമായ ഒരു വ്യവസ്ഥാപിതമായ ഒരു മുന്നണി അല്ല അത്. നമുക്ക് തന്നെ കേരളത്തിൽ ഇവിടെ പിന്നെ NDA മുന്നിലെ കക്ഷികൾ പരസ്പരമാണ് മത്സരിച്ചത്. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ അത് എതിർ സ്ഥാനാർത്ഥി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്ത്യ മുന്നിലെ ഘടകകക്ഷിയായ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എത്രത്തോളം നേരത്തെ ചേട്ടൻ പറയുന്ന പോലെ തന്നെ ജയിക്കുമെന്ന് ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും. പിന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ മാത്രമേ മറ്റൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ഒരുപാട് തിരിച്ചടികളും അവരെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കർഷക സമരം പോലെ അല്ലെങ്കിൽ തന്നെ വിലക്കയറ്റം അതൊക്കെ തന്നെ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്രത്തോളം ബാധിക്കും, ഇനി ഇതിനെ മറച്ചു വെക്കാനുള്ള രീതി അവർ നോക്കുന്നുണ്ട്. വേറെ പല രീതികളിലും കൂടെ തന്നെ ഇപ്പം മതം ഒരു വിഷയമാക്കി എന്നുള്ള രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ എത്രത്തോളം സാധാരണ ജനങ്ങളിലേക്ക് എത്തും ആ രീതിയായിരിക്കും ഇനി പറയാൻ പോകുന്നത്. ഇപ്പം ഈ ഒരു അവസാന വട്ടത്തെ ഈ ഒരു മോദിയുടെ ഒരു നീക്കങ്ങളെല്ലാം തന്നെ നമുക്കതിനകത്ത് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ 57 എനിക്ക് തോന്നുന്നു 32 സീറ്റും കഴിഞ്ഞ പ്രാവശ്യം NDA നേടിയിരുന്നു.
അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ആ ഒരു മാറ്റം, കാരണം നമുക്കറിയാം അതിലെ ഒരു പ്രധാന ഈ 400-ലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലങ്ങൾ ഈ ഒരു ഘട്ടം കൂടിയാണത്. അതെ, അവിടെ എല്ലാം ഈ പഞ്ചാബ് ഉത്തർപ്രദേശ് പോലെ മേഖലകളിൽ ഈ കർഷക സമരമൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അതുപോലെ തന്നെ അയോധ്യ വിഷയം എത്രത്തോളം ഉണ്ടാക്കി, അതുപോലെ എത്ര ഒരുപാട് നിയമങ്ങളൊക്കെ നമ്മൾ ഇതുണ്ട്, അതൊക്കെ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് അതാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കാത്തിരിക്കുന്നത്. അവസാനപ്പെട്ട ഈ ഒരു നീക്കങ്ങളെല്ലാം തന്നെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിന്റെ റിസൾട്ടിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല പിന്നെ കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നെ അദ്ദേഹത്തെ വിട്ടയച്ച ജാമ്യം കിട്ടിയതും അദ്ദേഹം പിന്നെ പ്രചരണത്തിൽ ഇറങ്ങിയതൊക്കെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റും BJP കിട്ടിയിരുന്നു. ഒരു ഇത്തവണ അങ്ങനെ കിട്ടണം എന്നില്ല. നമ്മൾ നേരത്തെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇതൊക്കെ. എങ്കിലും അത് ആവർത്തന വ്യവസ്ഥ ഉണ്ടാവാതിരിക്കാണ് അതും പറയാത്തത്. കർണാടകത്തിലൊക്കെ അവസ്ഥ തന്നെ. അവിടെയൊക്കെ ഒരുപാട് സീറ്റ് കഴിഞ്ഞ തവണ BJP കിട്ടിയിരുന്നു. ഒരുപക്ഷെ ഇത്തവണ അങ്ങനെ എല്ലാ സീറ്റും അവിടെ കിട്ടണമെന്നില്ല. പിന്നെ നോക്കേണ്ട ഒന്ന് കേരളമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിലെ കാര്യം നമ്മൾ വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്തോ തോന്നുന്നു, കേരളത്തിൽ UDF തന്നെയല്ലേ കുറച്ചൊരു മേൽക്കെയുള്ളത്, കൂടുതൽ സീറ്റുകളും? തീർച്ചയായിട്ടും UDF തന്നെയാണ്. UDF സംബന്ധിച്ച് അവർക്ക് കോൺഫിഡൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. മാത്രമല്ല ഇപ്പോഴത്തെ ജനവിരുദ്ധ വികാരം, അതായത് സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരം എല്ലാം തന്നെ അവർക്കൊരു തണലായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ BJP സംബന്ധിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ പത്തനംതിട്ട, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരമാണ് സാധ്യതകളുള്ളത്. തൃശ്ശൂരിൽ ഏകദേശം ഒരുപാട് വിശ്വാസത അവർ നൽകുന്നുണ്ട്. ഇവരിപ്പോൾ ഈ 3-ൽ ഇപ്പോൾ അവർ 5-6 സീറ്റൊക്കെ നേടുമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്ക് ഏതെങ്കിലും ഒരെണ്ണം നേടിയാൽ പോലും അവർക്കൊരു ചരിത്രമാണത്. ഒരെണ്ണം നേടിയില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് സമാധാനം പറയേണ്ടി വരും. കാരണം ഇത്തവണ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ മുൻപ് ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിലാണ് BJP പ്രവർത്തിച്ചതെന്ന് വിലയിരുത്തലുകളുണ്ടായി. മാത്രമല്ല നമുക്ക് അവരുടെ ഓരോ പ്രചരണങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്രധാനമന്ത്രി എത്ര തവണ കേരളത്തിൽ 5-6 തവണ വന്നു. ഇപ്പോഴും തിരുവനന്തപുരത്ത് തൊട്ടടുത്തുള്ള കന്യാകുമാരിയിൽ തൊട്ടു. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ പരിഗണിക്കാം. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ മൊത്തത്തില് ആ രീതിയിലും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ കേരളത്തിലെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കേരളത്തില് അഥവാ നേരെ നമ്മൾ സങ്കല്പിക്കുന്നതിന് വിരുദ്ധമായി ഇടതുമുന്നണി ഒരു 5 സീറ്റ് കൂടുതൽ നേടുമെന്ന് ഇരിക്കട്ടെ, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ള പിഴവാണെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം അവർക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു അവസരം അവർ കളഞ്ഞു വിളിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ. നേതാക്കന്മാർ തമ്മിൽ പരസ്പര ധാരണയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു. KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കൂടെ സ്റ്റേജ് ഇരുന്നുണ്ട്, അത്ര നല്ലതല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നു. KSUക്കാർ പിന്നെ എന്താണ് ക്യാമ്പ് നടത്തിയിട്ട് കൂട്ടയടി നടത്തുന്നു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ. അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തിയ സർവേയിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ ജനപ്രിയ നേതാക്കളെ പട്ടി വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ മൊത്തം ഇലക്ഷൻ, ഇപ്പം ഇന്ത്യ മൊത്തം ഓടി നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് കേരളത്തിലുള്ളവർ തന്നെയാണ്. ആർക്ക് ചെയ്യണം, ഇപ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. UDF അനുകൂലമായ ഗതികേട് കൊണ്ട് ഇട്ടേക്കാന്നുള്ള രീതിയിൽ ഇടുന്നവരുമുണ്ട്. കാരണം നേരത്തെ പറയുമ്പോൾ തന്നെ അവരുടെ രീതിയിൽ നോക്കുമ്പോൾ എന്തിന് വോട്ട് ചെയ്യണം, ഇപ്പം അവരുടെ കഴിവുകളോ സ്കില്ലുകളോ വെച്ചിട്ടായിരിക്കില്ല വോട്ട് ചെയ്യുന്നത്, അവർക്ക് വോട്ട് നൽകുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇപ്പം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഒന്നിനും അല്ലാതെ ഇപ്പം പഴയപ്പോൾ തോന്നുന്ന ചിലപ്പോൾ അവർക്ക് കാണും. അവരെ നോക്കുമ്പോൾ കേന്ദ്രത്തിനും കൂടെ അനുകൂലമായിട്ട് രീതിയിലാണ്, അത് കേന്ദ്രത്തിനും കൂടെ വരണമെന്ന രീതിയിലാണ് UDF കൂടെ ബന്ധിപ്പിച്ചത്. നമ്മളൊരു 80-ൾക്ക് ശേഷം, അല്ലെ 80 ആണല്ലോ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നത്. അതിന് മുമ്പ് 67 വന്നെങ്കിൽ അത് LDF എന്നല്ല പേരിലായിരുന്നില്ല, അത് 57-ലേക്കായി. ഒരു 80-ക്ക് ശേഷമാണ് ഈ ഒരു ഇടതു മുന്നണി CPI എല്ലാം വിട്ട് വന്ന് കോൺഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ചേർന്ന് മുന്നണി രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ ആലോചിക്കുമ്പോഴൊക്കെ തന്നെ LDF സർക്കാരുകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അടുത്ത തവണ കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ടുള്ളത്. അതല്ലാതെ കോൺഗ്രസിൻ്റെ ഒരു കാരണവശാലും അവരുടെ പ്രവർത്തനം കൊണ്ട്, നമുക്കറിയാം കോൺഗ്രസിൻ്റെ പ്രവർത്തനം താഴെത്തട്ടിൽ യാതൊരു പ്രവർത്തനവും ഒരിടത്തും നടക്കാറില്ല സാധാരണ ഇതിൽ. അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ വ്യക്തിപ്രഭാവം കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ള ചില നേതാക്കന്മാരൊക്കെ ഉണ്ട്. അതല്ലാതെ എല്ലാവരും കൂടെ ഉന്തി തള്ളി സ്റ്റേജിൽ കയറി ഇരിക്കാനല്ലാതെ ആരും ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൊത്തത്തിലൊരു തണുത്ത സമീപനമാണ് മൊത്തത്തിൽ നമുക്ക് തോന്നുന്നത്. കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു LDF UDF തരംഗം ആ ഒരു രീതിയിലൊരു കോംബോ ആയിരുന്നു മൊത്തം രാഷ്ട്രീയക്കാർ കണ്ടിരുന്നത്. ഇപ്പം പക്ഷെ അങ്ങനെ ഇപ്പം 3 രീതിയിലും ഇപ്പം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവിടെയും വ്യക്തമായ ഒരു ആധിപത്യം ഒരിടത്തും കോൺഗ്രസിന് പറയാനായില്ല. ഇപ്പൊ ഒരു ഗ്ലാമർ ഇത് ഇപ്പൊ എന്തിനേറെ പറയുന്നത്, ഒരു മുഖം കാണിക്കാനില്ല. അതെ, എന്തിനേറെ പറഞ്ഞു. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാര്യം തന്നെ പറയട്ടെ, ഇത്രയും വലിയൊരു ഇമേജ് ഉണ്ടായിട്ട് അദ്ദേഹത്തിന് വേറെ കാര്യമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് അതിൽ. വയനാട്ടിൽ ഇത്രയും കഴിഞ്ഞ എനിക്ക് 2019 രാഹുൽ ഗാന്ധിയുടെ ഒരു മുഖം വെച്ചാണ് മൊത്തം കേരളവും 19 പിടിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പോലും പ്രചരണത്തിന് വേണ്ട രീതിയിൽ എത്തിയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമേജ് പോലും ഇവിടെ ഇത്തവണ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായില്ല. മൊത്തത്തിൽ അവിടെ BJP എന്ന രീതിയിൽ അവിടെയാണ് അവർ വല്ലാത്ത രീതിയിൽ അവർ കടന്നു കയറി വന്നത്. കാരണം ഇവിടെ പ്രധാന പ്രതിപക്ഷത്തിന് തലകുനിക്കുമ്പോൾ മറ്റവർ നെഞ്ചു വിരിച്ച് കയറി വരുന്ന ഒരു അവസ്ഥ അതാണ് ഉണ്ടായത്. അതുപോലെ ഇതൊക്കെ തന്നെ ഏറെ ബാധിച്ചത്
LDF തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അവരുടെ പ്രധാന എതിരാളികളെ ഒന്നും തന്നെ ശക്തരാകാതിരിക്കുമ്പോൾ ഇപ്പോൾ അവർ കടന്നു കയറി കൂടുതൽ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, മാത്രമല്ല ശരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചിട്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച റായ്ബറേലിയിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. ഇത് എത്രത്തോളം രാഹുൽ ഗാന്ധി എന്ന ഒരു നേതാവിൻ്റെ ക്രെഡിബിലിറ്റിയുടെ വിശ്വാസയുടെ പ്രശ്നമാണെന്ന് ചോദ്യമുണ്ട്. അത് ശരിയല്ലല്ലോ. അദ്ദേഹം കേരളത്തിൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കണം, ഞാൻ രണ്ടിടത്ത് മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആദ്യമായി പ്രഖ്യാപിക്കണം. പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് 82 ഇലക്ഷന് കെ കരുണാകരൻ നിയമസഭ മത്സരിച്ചു, അത് നേമത്തും മാളയിലും മത്സരിച്ചു. മാളത്തിന് സ്ഥിരം മണ്ഡലമാണ്, നേമത്തും ജയിച്ചു, നേമം രാജിച്ചു അദ്ദേഹം. ഇന്ദിരാഗാന്ധി എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ട്, 2 സോണിയാഗാന്ധിയൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയാതെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ആളെ മുഴുവൻ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ള നമുക്ക് മനസ്സിലാവും. മാത്രവുമല്ല, അവിടെ റായ്ബറേലിയിലെ പ്രചാരണ റാലിയിൽ സോണിയാഗാന്ധി പ്രസംഗിച്ചത് ഞാൻ എൻ്റെ മകനെ നിങ്ങളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണെന്നാണ്, നോക്കിക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈ വയനാട്ടിലെ ജനങ്ങൾ പിന്നെ ആര് നോക്കും? ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് അമേഠിയിലെ ആൾക്കാർ കുറച്ചുകൂടെ അവർ വിവേകപൂർവ്വമായിട്ട് ചെയ്യുന്നത്. കാരണം 2019 തന്നെ അവരെ തന്നെ ആദ്യം റിസൾട്ട് കൊടുത്തു. കാരണം ഇതൊക്കെ മനസ്സിലായി. കാരണം താരതമ്യേന സ്മൃതി ഇറാനിയെ വെച്ച് നോക്കണേ ചെറിയൊരാളല്ല രാഹുൽ ഗാന്ധി ഇമേജ്. സ്മൃതി ഇറാനിക്ക് ജയിച്ച് കയറാൻ പറ്റിയെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ്. അവിടെയാണ് ഇപ്പോൾ കേരളത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരുമാതിരി കൊങ്ങനെ കുത്തിയിട്ട് പോയിരിക്കുന്ന അവസ്ഥ. അവർ വെറുതെ വിടില്ല. അത് മൊത്തം കോൺഗ്രസ് ഇനി വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ അവർ കാര്യമായിട്ട് നോട്ടിട്ട് വെച്ചിട്ടുണ്ടാകും. അതൊക്കെ ഭാവിയിൽ ചിലപ്പോൾ അനുഭവിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ വിചാരിക്കും പോലെ വലിയ സീറ്റ് കിട്ടുമെന്ന് എനിക്കതൊരു പ്രതീക്ഷയില്ല. കേരളം സംബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്നാലും ജയിക്കും പലരും. പക്ഷേ ഉത്തരേന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ നമ്മളൊരു അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യ മുന്നണിപ്പെട്ട ഈ NDAക്ക് വേണ്ടത്ര മന്ത്രിസഭ രൂപീകരിക്കാൻ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അതേസമയം ഇപ്പുറത്ത് അത്യാവശ്യം ആൾ ജയിച്ച് വന്നു എങ്കിൽ ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന് എനിക്കതൊരു വിശ്വാസമല്ല. കാരണം ഇവിടുന്ന് കൂട്ടത്തോടെ മറികണ്ണം ചാട്ടമായിരിക്കും അപ്പുറത്തേക്ക്. മമതാ ബാനർജി ഇങ്ങനെയുള്ള ആളെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പം ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ പോയ നിതീഷ് കുമാർ തന്നെ എല്ലാവരെക്കാളും മുമ്പ് ആദ്യം എടുത്തിയാടി. അപ്പം ഈ ഒരു ബാർഗൈനിങ്ങിനുള്ള ഒരു അവസരം കിട്ടിയാൽ ഇവരെല്ലാം അത് പ്രയോജനപ്പെടുത്തും. അത് ഒരിക്കലും പിന്നെ ഇന്ത്യ മുന്നണി മന്ത്രിസഭ ഉണ്ടാക്കിയാലും പ്രധാനമന്ത്രി ആരാണെന്നുള്ള 6 മാസം വെച്ച് കൊടുക്കേണ്ടി വരും. കാരണം അവിടെ പ്രധാനമന്ത്രി മിനിമം ഒരു 5-6 പേരുണ്ട്. ഈ ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗം പാറ്റ്നയിൽ നടക്കുമ്പോൾ അവിടെ പാറ്റ്ന മുഴുവൻ ഫ്ലക്സുകളായിരുന്നു. എല്ലാ ഫ്ലക്സിലും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ എല്ലാ പാർട്ടിക്കാരും അവിടെ ഫ്ലക്സ് ടേമയ്ക്കേണ്ടി വരും. അത് അല്ല, ഇതൊക്കെ തന്നെ ഒരു സുസ്ഥിരമായൊരു സർക്കാർ എന്നുള്ള ആ സങ്കല്പം ജനങ്ങൾക്ക് വേണമല്ലോ. കാരണം ആൾക്ക് ഇവിടെ മനസ്സമാനം ജീവിക്കണമല്ലോ ഇന്ത്യയിൽ. നമ്മൾ NDA സർക്കാരിനെതിരെ, മോഡി സർക്കാരിനെതിരെ നമ്മൾ എന്തൊക്കെ ആളുകൾ വിമർശനം ഉയർത്തുമ്പോഴും നമ്മുടെ രാജ്യസുരക്ഷ സംബന്ധിച്ച് മോഡി സർക്കാർ വലിയ വിജയമാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത് കൃത്യമാണത്. നമ്മളെ തീവ്രവാദ സംഘടനകൾ അടിച്ചമർത്തുന്നതിലും അതല്ലെങ്കിൽ കാശ്മീരിൽ തിരിച്ച് ആ പഴയ കാശ്മീരിലാക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ അവർക്ക് പാലിക്കാൻ കഴിഞ്ഞു. അതെ, എല്ലാവർക്കും നമുക്ക് ഒരു പ്ലസ് ഒരു മൈനസ് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗ് സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ആ സമയത്ത് സാമ്പത്തികമായി ഇന്ത്യ ഇതിനേക്കാളും കൂപ്പുകുത്തിയ സമയത്ത് ഒരു ലോകം അംഗീകരിക്കുന്ന സാമ്പത്തിക വിദഗ്ധന്റെ എല്ലാ രീതിയിലും അദ്ദേഹം പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും. പക്ഷെ ആ സമയത്ത് പ്രതിരോധ മേഖല തകർന്നടിങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. പാകിസ്ഥാൻ ചുമ്മാ വന്ന് കൊട്ടുക, കശ്മീരിന്റെ അവസ്ഥ, കശ്മീരിൽ അന്ന് വെടിവെച്ച് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ലാന്നാണ് അവസ്ഥ. അവിടെ നിന്നാണ് വിസ്മയകരമായ ഒരു മാറ്റം ഇവിടെ ഉണ്ടായത്. മോദി വന്നപ്പോഴത്തേക്കും സാമ്പത്തിക നില ഭദ്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് 2 അഭിപ്രായം പറയേണ്ടി വരും. പക്ഷേ പ്രതിരോധ മേഖല, ചേട്ടൻ പറയുന്നത് പ്രതിരോധ മേഖല അത്രയും ശക്തമായിട്ടുണ്ട്. ഇപ്പം കാശ്മീരുടെ അവസ്ഥ എല്ലാം തന്നെ നമുക്കറിയാം, അത്രയും നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങളെ ഇപ്പോഴും ചോദിക്കുന്ന കാര്യം, നേരത്തെ പറയുന്നത് തന്നെ ഈ ഉയരുന്ന വിലക്കയറ്റം, അതുപോലെ തന്നെ പെട്രോൾ ഇന്ധന വിലകൾ, ഇതൊക്കെ തന്നെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ഇതൊക്കെ കുറെ കാര്യങ്ങൾ, കുറെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അതിന് ഏത് സർക്കാർ വന്നാലും, മാറി സർക്കാർ വന്നാലും ശരി തന്നെ അത്ഭുതകരമായ ഒരു മാറ്റം ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇക്കാലയളവിലൊക്കെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളൊക്കെ എന്തെങ്കിലും മിച്ചമുണ്ടായോ? കാരണം ഇവർ മാറി വന്നിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കശ്മീർ ജനങ്ങൾക്കെല്ലാം പ്രതിരോധ സേന വന്നതുകൊണ്ട്, പ്രതിരോധം അത്രയും മികച്ചതായി കൊണ്ട് അവർക്ക് നേട്ടങ്ങളുണ്ടായി. ഇപ്പൊ സാധാരണക്കാർ തൊഴിൽ തേടുന്ന യുവാക്കൾക്ക്, അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യയിലേക്ക് ഇപ്പം പലരും ഇന്ത്യ വിട്ടു പോകുന്ന അവസ്ഥയാണ്. കേരളം മാത്രമല്ല, മൊത്തം ഇന്ത്യയിൽ നിന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി ഇപ്പം അത്രയും ഭദ്രതയല്ല. കാരണം നല്ലൊരു വരുമാനം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പലരും പോകുന്നുണ്ട്. അപ്പം യുവാക്കളെല്ലാം അങ്ങനത്തെ രീതിയിൽ കൂടെ ചിന്തിക്കുന്നുണ്ട്. നമ്മളിപ്പം നേരത്തെ പറയുന്ന പോലെ പ്രതിരോധ മേഖല മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ മോദി സർക്കാരിൽ നമ്മൾ കാണുന്ന വേറെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എനിക്ക് വന്നിട്ടുള്ളത്, അവർ ഈ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ അല്പസമയം എടുക്കും. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിലപ്പോൾ കുറേ സ്വകാര്യ മേഖലയിലും കൂടെ ആയിരിക്കാം, പക്ഷേ സർക്കാർ മേഖലയിലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഈ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരള സർക്കാരിൻ്റെയൊക്കെ പരാജയം അവിടെയാണ്. ഇവിടെ ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല.
ആ പടയിൽ ലോട്ടറി മദ്യമാണ് കേരളത്തിലുള്ളത്. പക്ഷേ അതിന് പകരം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് നിർമ്മലാ സീതാരാമൻ്റെ മറ്റൊരു അഭിമുഖത്തിൽ ഞാൻ അത് കാണുകയും ചെയ്ത്. അപ്പോൾ അവർ പറയുന്നത് അത് അല്പം സമയം എടുക്കും, അതിൻ്റെ റിട്ടേൺസ് തിരിച്ചിട്ട് സമയം എടുക്കും സ്വാഭാവികമായി. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ തലയുയർത്തി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് കാര്യം നമ്മുടെ അഭിപ്രായം എല്ലാവരും തേടാറുണ്ട്. എല്ലാ കാര്യത്തിലും ഇന്ത്യ ഒരു വലിയ രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന എല്ലാ രീതിയിലും നമ്മൾ വലിയ ശക്തി തന്നെയാണ്. പ്രതിരോധ മേഖലയൊക്കെ നമ്മൾ ശക്തി തന്നെയാണ്. മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ ഇന്ത്യ മധ്യസ്ഥരാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിപ്രായം ചോദിക്കാനൊക്കെ എല്ലാവരും തയ്യാറാവുന്നുണ്ട്. അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങൾ ഒരു കാലത്ത് നമ്മൾ പുച്ഛത്തോടെ കണ്ടിരുന്നവർ പോലും ഇപ്പോൾ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഇന്ത്യയെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ എൻ ഡി എ സംബന്ധിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന നേതാവിനെ സംബന്ധിച്ച് വളരെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ആളുകൾ അക്കാര്യം ശ്രദ്ധിക്കും. അതെ, നമ്മൾ പക്ഷേ നോക്കുമ്പോൾ മൊത്തത്തിലൊരു ഇന്ത്യ നോക്കും, മൊത്തത്തിൽ ഇന്ത്യ എടുക്കുമ്പോൾ നമുക്ക് ഒരു വിഭാഗം മാത്രമല്ല ഇപ്പോൾ അവിടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സർക്കാരിന് എത്രത്തോളം താഴേക്കിടയിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ വിഭാഗം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോഴും ആ ബി ജെ പിക്ക് പഴയ രീതിയിൽ ഒരു എന്താ പറയുക ഒരു പ്രതാപം ഇപ്പോഴും കിട്ടാൻ കഴിയില്ല. അപ്പം നമുക്ക് ഈ അയോധ്യ വിഷയമായാലും മറ്റ് പ്രധാന വിഷയങ്ങൾ നോക്കുമ്പോൾ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു എതിർപ്പ് എപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട്, കാരണം കംപ്ലീറ്റ് ആയിട്ട് അവരെയും കൂടെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അവർ പറയുന്ന ഒരു കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നേരത്തെ പറയുന്നത് ബി ജെ പി വർഗീയ വിഷം ഉപയോഗിക്കുന്നു, അങ്ങനെ രീതിയിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ 2029 വരാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ പല കാര്യങ്ങളും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ പറയാം ജയ് ശ്രീറാം വിളിപ്പിക്കുക അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ശാശ്വത പരിഹാരം എടുക്കുക. നമ്മൾ ഇന്ത്യ എന്ന രാജ്യം നമുക്കറിയാം എല്ലാ മതസ്ഥരും ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു പേരുണ്ട്, മതമൈത്രി എന്ന പേരിൽ തന്നെ വലിയ ലോകത്തിന് മുമ്പിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഇതാണ് രാജ്യം കൂടിയാണ്. അപ്പോൾ എല്ലാതരം ആൾക്കാരെ ഉൾക്കൊണ്ട് അവരെ കൂടെ മനസ്സിലാക്കി കൊണ്ടുപോവുക, എന്നാൽ കുറച്ചുകൂടി ഒരു നേട്ടം ഇപ്പോൾ എതിരാളികളെ പോലും തറപറ്റിക്കുന്ന രീതിയിൽ ബി ജെ പിക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ രീതിയിൽ അവരെത്രത്തോളം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതും ഈ ഒരു ഇലക്ഷനിലൂടെ നമുക്കറിയാം. അല്ല, മാത്രമല്ല പ്രധാനമന്ത്രി ഈയിടെ നടത്തിയ ചില പ്രസംഗങ്ങൾ നമ്മളെല്ലാം കണ്ടാണല്ലോ. അതിൽ ചില സാമുദായിക പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് സത്യമാണ്. അത് ഒരുപക്ഷെ അത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ അവരെ സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. ദക്ഷിണേന്ത്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രി പറഞ്ഞ അവിടെ പക്ഷേ ഹൈലൈറ്റ് ആകുമ്പോൾ ഇതുപോലെ നമ്മൾ കേരളം പോലെ ദക്ഷിണേന്ത്യയിലെ വല്ലാത്ത രീതിയിലൊന്നും ബാധിക്കും. അപ്പോൾ അത് അങ്ങനത്തെ ചില പ്രസ്ഥാനങ്ങൾ വന്നു എന്നുള്ളത് ഒരു ബി ജെ പിയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യ, പക്ഷേ അപ്പോഴും ദക്ഷിണേന്ത്യ ഇലക്ഷൻ കഴിഞ്ഞു, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഉത്തരേന്ത്യയിലെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നത് 200-ലധികമെങ്കിലും റാലികളിൽ പങ്കെടുത്തെന്നാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അത് കണക്കി. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പൊതുതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രയും റാലി പങ്കെടുത്തുന്ന സംശയമാണ്. 200-ലധികം റാലി പങ്കെടുത്തുന്നതാണ് അദ്ദേഹം. അപ്പോൾ എല്ലായിടത്തും ഓടി നടന്നു ചെയ്തു. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കഠിനാധ്വാനിയാണ്. വർക്കഹോളിക്കായിട്ട് വളരെ എപ്പോഴും പണിയെടുക്കുന്ന, ഒരു അവധി പോലും എടുക്കാതെ ജോലി ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നേതാക്കന്മാർ പോലും അവർ എൻ്റർടൈൻമെൻറ്റിന് എല്ലായിടത്തുമൊക്കെ യാത്രയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നുമില്ല, വിദേശയാത്ര ഔദ്യോഗിക കാര്യത്തിന് മാത്രമായിരിക്കും പ്രധാനമന്ത്രി പോകാറുള്ളത്. അതല്ലാതെ അവിടെ ഉല്ലസിക്കാനല്ല പോകുന്നത്, അവിടെ എന്തെങ്കിലും പിന്നെ ഉച്ചകോടി പങ്കെടുക്കാനൊക്കെ ആയിരിക്കും പോകുന്നത്. മാത്രമല്ല ബി ജെ പിയുടെ ആത്മവിശ്വാസം അവർക്ക് വിജയിക്കുമെന്നുള്ളൊരു ഉദാഹരണമാണ് അവർ സത്യപ്രതിജ്ഞയുടെ സ്ഥലം തീരുമാനിച്ചിരിക്കുന്നു അവിടെ നടക്കണമെന്നുള്ളത്. ജൂൺ 9-ാം തീയതി അതെ. അത് മാത്രമല്ല അത് അവിടെ 100ഓളം ക്യാമറകൾ ദൂരദർശൻ അവർ അതിനുള്ള ഏർപ്പാട് സാങ്കേതിക കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ശരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവരുടെ ആത്മവിശ്വാസം തന്നെയാണ്, അത് ശരിയാവുകയും ചെയ്യുമായിരിക്കാം, അത് ഉറപ്പാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ബി ജെ പി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എങ്കിൽ എനിക്ക് തോന്നുന്ന പല ബില്ലുകളൊക്കെ അത്ര എളുപ്പത്തിൽ പാസ്സാക്കാൻ കഴിയും. ഇപ്പോൾ നല്ല ഭൂരിപക്ഷമാണ് പലതും ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അങ്ങനെ അല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും അവർ ഉദ്ദേശിക്കും പോലെ കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് നമ്മൾ സാധാരണ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിനങ്ങളിൽ നമ്മൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളപ്പം ഭയങ്കര ആവേശമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ആരായിരിക്കും രണ്ടുപേര് തമ്മിലുള്ളൊരു കഠിനമായ ഒരു പോരാട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു റേസ് വരുമ്പം അത് കൂടുതൽ നമുക്ക് എപ്പോഴും എന്താ പറയാനാണ് ആവേശമായിരിക്കും ആ ഒരു സംഭവം കാണാൻ വേണ്ടി. ഇത്തവണ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു വാർത്താ ചാനലിൽ എനിക്കൊന്നും ഒരു പ്രമുഖൻ പോലും ഇതിനകത്ത് എതിരായിട്ടൊരു ഇത് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് ബി ജെ പി തന്നെ വരുമെന്നാണ്. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ ജൂൺ 4-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ എന്താണ് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ആവേശമൊന്നും നമുക്കിപ്പം ഉള്ളതായിട്ടില്ല. പക്ഷേ കണക്കുകളാണ് ഇപ്പം നേരത്തെ പറഞ്ഞ കണക്കുകൾ. കേരളത്തിൽ കണക്ക് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 19 സീറ്റ് ഇപ്പം ഒരു പാർട്ടി പിടിച്ചിട്ട് ഒരു സീറ്റ് ബി ജെ പി പിടിച്ചു കഴിഞ്ഞാൽ ആ 19-ന് പ്രസക്തി പോകുന്നൊരു അവസ്ഥയാണ് ഇവിടെ. അതാണ് വേറൊരു കാര്യം. അതേപോലെയാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പം റിസൾട്ടിനെ കുറിച്ച് ട്രെൻഡുകൾ അങ്ങനെയാണ് മാറാൻ പോകുന്നത്. അതിൽ മാത്രം നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർവേ നടത്തിയല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് സർവേക്ക് പോയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇവർ സർവേക്ക് നമ്മൾ സർവേ പേപ്പർ കൊടുക്കുന്നു, അവർ ഫില്ല് ചെയ്ത് അവർ മടക്കി പട്ടികയിടുക, നമ്മൾ കാണുന്നില്ല അവർ ചെയ്തെന്നാണോ. പക്ഷെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും ചിലയിടത്തൊക്കെ ആളുകൾ. പക്ഷേ ഇത് അവസാനം നമ്മുടെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ കേൾപ്പിച്ച് നമ്മുടെ സർവേയുടെ ഫലം പുറത്ത് വന്നപ്പോൾ
ഞെട്ടിപ്പോയതാണ്. കാരണം നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. നമ്മൾ ആളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രമല്ല ഈ സർവേയിൽ കൂടെ കിട്ടിയത്. അത് വേറൊന്നാണ്. ആളുകൾ അവരെ നമ്മൾ സ്വതന്ത്രമായി നിങ്ങളതൊന്നും ചെയ്തോ, അത് മടക്കി നമ്മൾ നോക്കുന്നില്ല, പെട്ടിക്കകത്തിട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ അവരെ യഥാർത്ഥ തീരുമാനം എന്താണെന്നുള്ള അപ്പോഴേ അറിയാൻ പറ്റും. വോട്ട് ചെയ്യാൻ ചെന്ന് നിൽക്കുമ്പോൾ ആ വോട്ടിംഗ് യന്ത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഇത് സംഭവിക്കാറുണ്ടെന്നാണ് പല ആളെ സംബന്ധിച്ച്. ആ നിമിഷം അവർ ഒരുപക്ഷെ നേരത്തെ ഒരു മനസ്സിൽ വെച്ചിരുന്ന തീരുമാനം പോലും ചിലർ മാറ്റി ആ നേരത്തെ വേറെ തീരുമാനം എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനമാണ്, മനുഷ്യൻ്റെ ആ ഒരു മാനസികാവസ്ഥ. അല്ല, അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോദിയുടെ ഒരു രീതി അതാണ് അവസാന നിമിഷം. കാരണം ഇലക്ഷനിൽ എപ്പോഴും അവസാനം നമ്മൾ വോട്ട് കുത്തി ഇറങ്ങുന്നത് വരെയുള്ള സംഭവം അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നേരത്തെ എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് ഉണ്ട്, ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന, അതായത് ഒരു 5 വർഷം കൊണ്ട് തീരുമാനിച്ചിരുന്ന കാര്യമാണ് ചിലപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് പോളിംഗ് സ്റ്റേഷൻ, അതായത് ആ ഒരു യന്ത്രത്തിന്റെ മുന്നിൽ എത്തുമ്പോഴത്തേക്കും മനസ്സ് മാറി കുത്തുന്നത്. കാരണം ആ സമയത്ത് അവിടെ ഇരിക്കുന്ന സാധാരണ ലോക്കൽ നേതാക്കൾ പോലും ചിലപ്പോൾ അവരെ സ്വാധീനിച്ചിരിക്കുക, അതായത് പല രീതിയിലും സഹായങ്ങൾ നൽകി, ഒരു ചിരി പോലും സ്വാധീനിച്ചു. അല്ലാതെ എനിക്കൊരിക്കലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് പോയ ആളല്ല ഞാൻ അടുത്ത് വോട്ട് ചെയ്തത്. എന്താ എനിക്ക് ആ വോട്ടിംഗ് യന്ത്രത്തിന് മുന്നിൽ എത്തിയപ്പോഴേ മനസ്സ് മാറി. ഞാൻ നേരത്തെ മനസ്സിൽ കരുതി വെച്ച നാളെ വരെ വേറെ ആളോട്ട് ഒരുപാട് ചോദ്യങ്ങളും കൊണ്ടാണ് നമ്മൾ തലയ്ക്കകത്ത് ഇനിയിപ്പോൾ ചെയ്തതിൽ എങ്ങനെയാണ് നമ്മളിത് കൊണ്ട് എന്ത് നമ്മൾ വിചാരിക്കും നമ്മളൊരാളെ വോട്ടിട്ടില്ലെങ്കിൽ എന്താണ്, പക്ഷെ അതുപോലെ ചിന്തിക്കുന്ന കോടിക്കണക്കിന് പേരാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്. തീർച്ചയായും ഈ അവസാന ഘട്ടം നമ്മൾ ഈ കൊട്ടിക്കലാശം തീർന്നപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പോൾ അവസാന ഘട്ടമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതിന് ഏറ്റവും ഈ ഒരു ഇലക്ഷൻ ഫേസിലെ ഏറ്റവും നിർണായകമായ ഫേസിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. അപ്പം അവസാന നിമിഷത്തിലെ മോദിയുടെ ഒരു രീതി, അപ്പോൾ അവസാന നിമിഷം ഈ പാർട്ടികൾ എല്ലാ പാർട്ടികളും നടത്തുന്ന രീതികളാണ് വലിയ നിർണായകമാകുന്നത്. അതിന് പ്രധാനമന്ത്രി ധ്യാനത്തിനെത്തുന്നത് തീർച്ചയായും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണണം. അത് അത്ര ചെറുതായി കാണാൻ കഴിയില്ല. അത് ഒരു വളരെ നരേന്ദ്രമോദി എത്ര സമർത്ഥനായ രാഷ്ട്രീയക്കാരനാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണത്. അത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി പറ്റില്ല, കാരണം അവിടെ ആർക്കും ധ്യാനിക്കാം. അവിടെ എനിക്ക് ശരത്തിനും ധ്യാനിക്കാം, പ്രധാനമന്ത്രിക്കും. ഇവിടെ ആരും വിളിച്ച് വരുത്തിയിട്ടില്ല. എന്റെ ധ്യാനം കൂടാൻ പോവുകയാണ്, നിങ്ങൾ എല്ലാവരും വന്ന് കവറേജ് ചെയ്യണമെന്നൊന്നും പറയുന്നത് അറിയാം. അതെ അതെ, നേരത്തെ അദ്ദേഹം കേദാർനാഥിൽ പോയിരുന്നു. അപ്പോൾ ഇതുപോലെ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവിടെ ആർക്കും ധ്യാനിക്കാം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം ഇതൊരു മനുഷ്യനെ ധ്യാനിക്കാനുള്ള സ്ഥലമാണത്. സ്വാമിനാഥനെ പോലെ ഒരു അങ്ങനത്തെ അത്രയും സ്റ്റേച്ചറുള്ള ഒരാൾ ഇരുന്നത്. ഇന്ന് വളരെ രസകരമായിരുന്നു. ഞാനൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച്. ഈ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്, ഫോട്ടോ. 33 വർഷം മുമ്പുള്ളൊരു ഫോട്ടോയാണ് അത്. ഡോക്ടർ മുരളീ മനോഹർ ജോഷി കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ഒരു യാത്ര നടത്തിയിരുന്നു 91. അപ്പോൾ അന്ന് നരേന്ദ്രമോദി അത്ര വലിയ നേതാവല്ല, അദ്ദേഹം കൂടെ ഉണ്ട്. ഈ യാത്ര ഉടനീളം അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു ചിത്രം, ഈ ചിത്രം ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാവുകയാണ് എന്നാണ് NDTV റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നമ്മൾ ചിന്തിക്കണം, ഇത്രയും വർഷം 31 വർഷം മുമ്പ് അവിടെ ഒരു സാധാരണ വിജയ പ്രവർത്തനം ചെന്നൊരു മനുഷ്യൻ ഇന്ന് പ്രധാനമന്ത്രിയുടെ അതേ സ്ഥലത്ത് ചെല്ലുകയാണ്, ആ വിവേകാനന്ദ പാറയിൽ ചെല്ലുകയാണ്. അത് വളരെ രാഷ്ട്രീയപരമായൊക്കെ തന്നെ ഒരു പക്ഷേ അത് BJPക്കാരെ ഗുണം ചെയ്യാനുള്ള സാധ്യതകൾ കളയാൻ പറ്റും. ഒരു ദിവസം കൂടെ ഇലക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. കന്യാകുമാരി എന്ന് പറയുന്നത് അത് നമ്മൾ ദക്ഷിണേന്ത്യയിലാണെങ്കിൽ പോലും അത് ഇന്ത്യക്കാരുടെ ഒരു വികാരമാണ്. നമുക്ക് കാശ്മീർ നമ്മളെ എല്ലാ ഇന്ത്യക്കാരുടെ വികാരം, അതുപോലെ കന്യാകുമാരി നമ്മൾ ഇന്ത്യയുടെ ഏറ്റത്തൊക്കെ ഏറ്റം. മാത്രമല്ല നമ്മളൊന്ന് സങ്കല്പിക്കുക, ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കന്യാകുമാരി കാണാൻ വരുന്ന എല്ലാവരും അവർ വിനോദസഞ്ചാരികളുടെ രൂപത്തിലല്ല, അവരൊരു തീർത്ഥാടകരായിട്ട് കന്യാകുമാരി എത്താറുള്ളത്. അതൊരു സത്യമാണ്. അതൊരു വളരെ വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും കലാശക്കൊട്ടും എല്ലാ ശബ്ദഘോഷങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇനി മറ്റന്നാൾ അവസാനഘട്ട വോട്ടെടുപ്പ്, ചൊവ്വാഴ്ച വോട്ടെണ്ണൽ. ചൊവ്വാഴ്ച നമുക്ക് ആകാംക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ആരാണ് നേടുക വീഴുക എന്നൊക്കെ ഉള്ളത്. സംഭവിക്കുന്നൊന്നും പറയില്ല, പക്ഷേ കണക്കുകൾക്ക് ഒരു മാജിക് ഉണ്ടാവും. അതെ, ഈ കണക്കുകൾ സർവേകളൊക്കെ തന്നെ ശരിയാവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും നമുക്ക് ഈ ഇത്രയും നാൾ ഇത് വളരെ ദീർഘമായ സമയമായിരുന്നു, വലിയ ഏറ്റവും ദീർഘമായ സമയമായിരുന്നു തിരഞ്ഞെടുപ്പിന് എടുത്തത്. അങ്ങനെ ഇന്നത്തോടു കൂടി പ്രവർത്തകരുടെ ആ ഒരു ഫീൽഡിലിറങ്ങിയുള്ള പരസ്യമായ പ്രവർത്തനം അവസാനിക്കുകയാണ്. മറ്റന്നാൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഒപ്പം നമ്മളും. നമസ്കാരം.